ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പശു ഗോമാതാവായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഗോമാതാവ് എന്ന സങ്കല്പം ആദ്യകാലം മുതൽ ഭാരതീയർക്കുണ്ടായിരുന്നു. പരിശുദ്ധിയുടെ പര്യായമായി ഗണിച്ചു പോരുന്ന പശുവിനെ മാതാവായി സങ്കല്പിക്കാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. പശുവിൻ്റെ പാൽ, ചാണകം, മൂത്രം ഒക്കെ പരിശുദ്ധിയുള്ളതായാണ് സങ്കല്പം. കൂടാതെ പശുവിനെ കണി കാണുന്നത് പോലും നന്മയായിട്ടാണ് മുൻ തലമുറ കണ്ടിരുന്നത്. ഗോപാലകൃഷ്ണൻ എന്നൊരു സങ്കല്പം പോലും ഭാരതീയതയിലുണ്ട്. ഗോക്കളെ പാലിക്കുന്ന കൃഷ്ണനെ ഭക്തർക്ക് ഇഷ്ടമാണ്. സനാതന ഭാരതീയ സംസ്കാരത്തിൽ ഒട്ടും പുറകിലല്ല ഗോമാതാവ് എന്ന സങ്കല്പം. അമൃത് പ്രദാനം ചെയ്യുന്ന അമ്മയെ പോലെ കരുണ ചൊരിയുന്ന ഗോവിനെ മാതാവെന്ന് വിളിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഭാരതീയർ കാണിക്കുന്ന വിശുദ്ധി അംഗീകരിക്കപ്പെടേണ്ടതാണെന്നാണ് പാശ്ചാത്യരായ ചിലരെങ്കിലും സമ്മതിച്ചിട്ടുള്ളത്. മറ്റൊരു ജീവിയെ വൈശിഷ്ട്യത്തോടെയും വിശുദ്ധിയോടെയും കാണാൻ കഴിയുന്ന സംസ്കാരം അംഗീകരിക്കപ്പെടേണ്ടതാണെന്നാണ് അവരുടെ വാദം. പശുവിൽ നിന്നും നമുക്ക് ഒന്നാമതായി ലഭിക്കുന്നത് പാൽ തന്നെയാണ്. ഔഷധങ്ങളുടെ ചേരുവയായി എക്കാലത്തും ഉപയോഗിച്ചു വരുന്ന പാലിൽ നിന്നും തൈര്, വെണ്ണ, നെയ്യ് തുടങ്ങിയവയും ലഭ്യമാകുന്നുണ്ട്. മലത്തെ സ്വാഭാവികമായും അശുദ്ധമായതായി കണക്കാക്കുമ്പോൾ പശുവിൻ ചാണകത്തെ വിശുദ്ധിയുടെ പര്യായമായിട്ടാണ് കണക്കാക്കി വരുന്നത്. ഗന്ധമുണ്ടാകുന്നില്ലെന്നത് ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്. മാത്രമല്ല, സസ്യലതാദികൾക്ക് ഇത് ആഹാരവുമാകുന്നു. ഔഷധങ്ങളിൽ ചേർക്കാൻ ഗോമൂത്രം ഉപയോഗിക്കാറുമുണ്ട്. പുണ്യാഹത്തിനും അണുനശീകരണത്തിനുമൊക്കെ ഉപയോഗിക്കാറുമുണ്ട്. മാത്രമല്ല, ദിവ്യ ഔഷധമായി കണക്കാക്കി വരുന്ന ഗോരോചനം പശുവിൻ്റെ നാസികയിൽ നിന്നും പുറത്തു വരുന്നതാണെന്ന് അധികമാരും മനസ്സിലാക്കിയിട്ടുമില്ല. ഇത്തരത്തിൽ മനുഷ്യന് സകല വിധത്തിലും ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധുജീവിയെ മാതാവ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പണ്ടുകാലത്ത് മുറ്റമടിച്ച് വൃത്തിയാക്കുന്ന മുത്തശ്ശി അതിനുശേഷം ചാണകവെള്ളം കൊണ്ട് തളിച്ച് അവിടെ വൃത്തിയാക്കുന്നതും പുത്തൻ തലമുറയ്ക്ക് വെറും കേട്ടുകേൾവി മാത്രമാണ്. താങ്ക് യു.